മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 25:10 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 25:10. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണവും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിന്റെ ഉടമ്പടിയും കൽപ്പനയും പാലിച്ചാൽ അത് നമുക്ക് വലിയ പരീക്ഷയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെൻസ്ലാവൂസ് രാജാവിന്റെ ഭരണകാലത്താണ് പുരോഹിതനായ ജോൺ നെബുംസിയാൻ ആ ഇടവകയിലേക്ക് കടന്നു ചെല്ലുന്നത്. പണ്ഡിതനായിരുന്ന ജോണച്ചനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. പക്ഷെ രാജാവിനാവട്ടെ അച്ഛനെ ഒട്ടും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. വെൻസ്ലാവൂസ് രാജാവിന്റെ പത്നിയായിരുന്നു നിഷ്കളങ്കയായ യോഹന്ന. പനിനീർ പുഷ്പം പോലെ വിശുദ്ധിയായ രാജ്ഞിയെ രാജാവ് അത്യധികം സ്നേഹിച്ചു. പക്ഷേ താൻ സ്നേഹിക്കുന്ന പോലെ അവൾ തന്നെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ രാജാവിന് സംശയമായി. ഒരിക്കൽ രാജ്ഞി ജോണച്ചന്റെ അടുക്കൽ കുമ്പസാരിച്ച ശേഷം പോകുന്നത് രാജാവ് കണ്ടു. വെൻസ്ലാവൂസ് രാജാവ് സാവധാനം അച്ഛന്റെ അടുത്തെത്തി. രാജ്ഞി എന്താണ് കുമ്പസാരിച്ചതെന്ന് പറയാൻ രാജാവ് ആവശ്യപ്പെട്ടു. ജോണച്ചൻ പറഞ്ഞു, രാജാവേ, ഒരിക്കലും പാപങ്ങൾ ഈശോയോടല്ലാതെ വൈദികൻ മറ്റാരോടും പറയില്ല. രാജാവ് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. അച്ഛനു വേണ്ടി എന്റെ സിംഹാസനം പോലും വലിച്ചെറിയാൻ തയ്യാറാണ്. ധാരാളം രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും തരാം. അവൾ പറഞ്ഞത് എന്താണെന്ന് പറയുക. രാജാവിന്റെ ഒരപേക്ഷയും ജോണച്ചൻ പരിഗണിച്ചില്ല. മഹാരാജാവേ, അങ്ങ് എന്തൊക്കെ തന്നാലും കുമ്പസാര രഹസ്യം ഞാൻ പറയില്ല. ക്രൂദ്ധനായ രാജാവ് ഭീഷണിപ്പെടുത്തി തിരിച്ചുപോയി. അല്പം കഴിഞ്ഞ് ഭടന്മാർ വന്ന് അച്ഛനെ വിലങ്ങിവെച്ചു. തടവറയിൽ വെച്ച് കഠിനമായി പ്രഹരിച്ചു. പലതരത്തിലുള്ള മർദ്ദന മുറകൾ. പക്ഷേ അദ്ദേഹം നിശബ്ദനായിരുന്നു. ഒടുവിൽ കൈകാലുകൾ വരിഞ്ഞുകെട്ടി വിശുദ്ധനെ പുഴയിലേക്ക് എറിഞ്ഞു. പിന്നെ വലിച്ചു കയറ്റി ഇങ്ങനെ പലതവണ ആവർത്തിച്ചു. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. 300 വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഒരു കേടും സംഭവിക്കാതെ കാണപ്പെട്ടു. ദൈവത്തിന്റെ കൽപ്പന പാലിക്കുവാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിസമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.